BAMSനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കട്ട് ഓഫ് ഒക്കെ ഏത് റേഞ്ചിലായിരിക്കും വരിക, അത് കാറ്റഗറി വൈസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും എന്നൊക്കെ കുറച്ച് ഡൗട്ട്സ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ അതൊന്ന് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് പോകാമെന്ന്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെ കോളേജസ് ആണ് നമുക്ക് ഗവൺമെൻറ് കോളേജസ് ആൻഡ് പ്രൈവറ്റ് കോളേജസ് BAMSൻ്റെ നമ്മുടെ കേരളത്തിലുള്ളത്, അതേപോലെ തന്നെ അവിടുത്തെ ഏകദേശം ഫീസ് സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് എന്നുകൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. So hi future doctors, I am Dr. Revati Ramesh and welcome to my YouTube channel. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് എത്ര കോളേജസ് ഒക്കെ ഉണ്ട്, അതിനകത്ത് എത്ര എണ്ണം ഗവൺമെൻറ് ആണ്, എത്ര എണ്ണം എയ്ഡഡ് ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്നൊരു ഐഡിയ ഉണ്ടാക്കാം. അതിൽ തന്നെ ഗവൺമെൻറ് കോളേജസ് നമ്മുടെ കേരളത്തിൽ 3 എണ്ണമാണുള്ളത്. ഒന്ന് ട്രിവാൻഡ്രം ഗവൺമെൻറ് ആയുർവേദ കോളേജ്, പിന്നെ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആൻഡ് പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് കണ്ണൂർ. അപ്പോൾ 3 ഗവൺമെൻറ് കോളേജസ് നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് 2 ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് കൂടിയുണ്ട്. അതായത് വൈദ്യരത്നം PS വാര്യർ ഗവൺമെൻറ് ആയുർവേദ കോളേജ് കോട്ടക്കൽ, അതേപോലെ തന്നെ വൈദ്യരത്നം ആയുർവേദ കോളേജ് ഒല്ലൂർ. ഇതെല്ലാം കൂടാതെ തന്നെ നമുക്ക് ഏകദേശം ഒരു 12ഓളം നമുക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഓൾസോ അവൈലബിൾ ആണ്. സോ നമുക്കിനി ഈ കോളേജസിലൊക്കെ ഏത് റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് ഏകദേശം വരിക എന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2024 അലോട്ട്മെൻറ്റ്, 3rd ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് വെച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ ജനറൽ കാറ്റഗറിയിൽ ഏത് റാങ്കിലാണ് നമ്മൾ പോയി എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഏകദേശം ഒരു 13,000 to ഒരു 15,000 16,000 കീമിൽ റാങ്ക് വന്ന കുട്ടികൾക്കാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക അവരുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 540 to 560 ആയിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഈ വർഷം നമ്മുടെ പേപ്പറിൻ്റെ ഒക്കെ ഒരു രീതി അനുസരിച്ച് കട്ട് ഓഫ് നല്ല പോലെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ OBC കാറ്റഗറിയിൽ പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു 13,000 to 19,000 കേരള റാങ്ക് വന്ന കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് കോളേജസിൽ. അതായത് കഴിഞ്ഞ വർഷം അവരുടെ മാർക്ക് ആ ഒരു റാങ്കിൽ ഏകദേശം ഒരു 430 to ഒരു 530 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ വരുന്നതായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഈ വർഷം അതിലും അത് കുറവായിരിക്കും. നമ്മൾ SC കാറ്റഗറി നോക്കുമ്പോൾ ഏകദേശം ഒരു 22,000 മുതൽ ഒരു 27,000 വരെയാണ് കീം റാങ്കിൽ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ് കോളേജസിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മാർക്ക് 24 ആ റേഞ്ചിൽ പെട്ടവരുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 420 to 380 ആ ഒരു റേഞ്ചായിരുന്നു. അപ്പോൾ ഈ തവണ അതും കുറയാം. ST കാറ്റഗറിയിലും ഏറ്റവും ലാസ്റ്റ് കട്ട് ഓഫ് റാങ്ക് വന്നത് 29,000 ഏകദേശം ഗവൺമെൻറ് കോളേജസിലൊക്കെ വന്നത്. അപ്പോൾ അവരുടെ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 300 ആ ഒരു റേഞ്ചിലായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഈ തവണ അത് വീണ്ടും കുറയാം. ഇനി നമ്മൾ പ്രൈവറ്റ് കോളേജസിൻ്റെ കൂടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം ഒരു 37,000 to 39,000 വരെ കീമിന് റാങ്ക് വന്ന കുട്ടികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. അപ്പോൾ നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം നമുക്ക് റാങ്ക് ലിസ്റ്റ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് ഏകദേശം ഒരു ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതനുസരിച്ച് നമുക്ക് ബാക്കി അങ്ങോട്ടേക്ക് ഡിസൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ കോളേജസിലൊക്കെ ഏകദേശം എന്താണ് ഫീസ് സ്ട്രക്ചർ എന്നൊന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ ഗവൺമെൻറ് കോളേജസ്, 3 ഗവൺമെൻറ് കോളേജസ്, അതായത് ട്രിവാൻഡ്രം, തൃപ്പൂണിത്തുറ ആൻഡ് കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജസിലൊക്കെ ഏകദേശം ഫീസ് സ്ട്രക്ചേഴ്സ് വരിക ഒരു 12,000 to 13,000 പെർ ആനം ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. അതേപോലെ തന്നെ എയ്ഡഡ് കോളേജ് ആയിട്ടുള്ള ഒല്ലൂരിലെ കോളേജ്, അവിടെയും ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും. ഇനി ഇതെല്ലാം കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ള എക്സ്പെൻസസും നമ്മൾ ഓരോ വർഷവും നമ്മൾ കൂട്ടേണ്ടതാണ് അല്ലേ. അതായത് നമ്മുടെ ഹോസ്റ്റൽ ഫീ എക്സ്ട്രാ വരുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ്. പിന്നെ നമ്മുടെ ബുക്സിൻ്റെ അങ്ങനെയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ബുക്സൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. വേറെ പ്രത്യേകിച്ച് ബാക്കി നമുക്ക് അങ്ങനെ എക്സ്പെൻഡിച്ചേഴ്സ് വേറെ വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാപ്സ്യൂൾ വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ സീ യു സൂൺ. ബൈ.